നമസ്കാരം. ഈ അടുത്ത കാലത്ത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ദുരന്തർ എന്ന സിനിമ OTTയിൽ ഇറങ്ങിയതിന് ശേഷമെങ്കിലും അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലെ ഒരു രംഗത്ത് നടൻ മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ആരാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങൾ കൊണ്ട് നമുക്കറിയാം അത് നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഒരു രംഗത്ത് അജിത് ഡോവലിനോട് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, സാർ, പാകിസ്ഥാനിൽ അച്ചടിക്കുന്ന കള്ളനോട്ടുകൾ ഖത്തർ മുഖാന്തരം അവിടെ നിന്ന് നേപ്പാൾ വഴി ഉത്തർപ്രദേശിലാണ് ഇത് വരികയും അവിടെ നിന്നാണ് ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്കിത് അടിച്ചമർത്താൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും മറ്റുമൊക്കെയാണ് ഇതിന് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അടിച്ചൊതുക്കുക അത്ര എളുപ്പമില്ല. പക്ഷേ ഇവരെ ഒന്നും വകവെക്കാത്ത ശക്തനായ ഒരു ഭരണാധികാരി അവിടെ വരുമെന്നും അതിനുശേഷം ഇവരെ അടിച്ചൊതുക്കുമെന്നും പറയുന്ന ഈ സംഭാഷണം യഥാർത്ഥത്തിൽ നടക്കുമ്പോൾ നമ്മളാരും യോഗി ആദിത്യനാഥ് എന്നൊരു പേര് പോലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹം അവിടുത്തെ MP ആയിരുന്നിരിക്കാം. പക്ഷേ ഉത്തർപ്രദേശിന് പുറത്തേക്ക് ഇങ്ങനൊരു പേര് നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. ഇതിപ്പോൾ സിനിമയാണ് എന്ന് വെക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്ന് അദ്ദേഹം സൂചിപ്പിച്ച ശക്തനായ ആ ഭരണാധികാരി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ കാഴ്ച കണ്ടു. കഴിഞ്ഞ 8-9 വർഷത്തിനിടയിൽ എത്ര എൻകൗണ്ടറുകൾ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ടോ എന്നറിയുമ്പോഴേ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ യഥാർത്ഥത്തിലുള്ള ശക്തി നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ഏതാണ്ട് 14,000 എൻകൗണ്ടറുകളാണ് ഉത്തർപ്രദേശിൽ മാത്രം അവർ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസ് 239 കൊടും കുറ്റവാളികൾ അതിൽ കൊല്ലപ്പെടുകയുണ്ടായി. 9,400 പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. നോക്കൂ, എത്ര മാത്രം ഭീകരത നടമാടിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്രയേറെ എൻകൗണ്ടറുകൾ അവിടെ നടത്തേണ്ടി വന്നു. 239 കൊടും കുറ്റവാളികളെ കൊന്നു തള്ളേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും അത് ബഹുഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗക്കാരായിരിക്കും എന്ന്. അല്ല, അതിൽ പകുതിയിൽ കൂടുതലും ഹൈന്ദവ നാമധാരികളോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ മാത്രമാണ്. കേവലം 79 പേർ മാത്രമാണ് മുസ്ലിം നാമധാരികളായിട്ടുള്ളവർ. ബാക്കി മുഴുവൻ ആ വിഭാഗത്തിന് പുറത്തുള്ളവരാണ്. അപ്പോൾ മതം നോക്കിയല്ല ആ എൻകൗണ്ടർ നടത്തിയത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇനിയിപ്പോൾ നമുക്കേവർക്കും അറിയാം, കേരളത്തെക്കാൾ മികച്ച ആഭ്യന്തര സുരക്ഷയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാലും അതിൽ ഒരു തെറ്റുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ കള്ളനോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അത്തരം പ്രവണതകളെ പറ്റിയൊന്നും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള വാർത്തയൊന്നും നമ്മൾ കേൾക്കുന്നേയില്ല. കാരണം അതവിടെ ചിലവാകില്ല എന്നും അത്തരക്കാരെ തലപൊക്കാൻ അനുവദിക്കാറില്ല എന്നും അതാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അജിത് ഡോവൽ സൂചിപ്പിച്ച ആ ശക്തനായ ഭരണാധികാരി ഒരുപക്ഷെ അദ്ദേഹം പോലും മനസ്സിൽ കണ്ടു കാണില്ല ഇങ്ങനത്തെ ഒരാളായിരിക്കുമെന്ന്. ആ വ്യക്തിയാണ് ഇന്ന് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് എന്ന് ഇന്നിപ്പോൾ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാം.